എല്ലാം വേണ്ടിയ പോലെ പഠിച്ചോ തന്നു. കൂട്ടത്തിൽ തീരാത്ത സങ്കടം. എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോടേ ഉള്ളൂ മോളെ. അനക്ക് അത് തിരിയൂ. എന്റെ റംലത്ത, നിങ്ങ ഒരു 5 മിനിറ്റ് ഇരിക്കും. എല്ലാം ഒന്ന് സമാധാനപ്പെട്ട് നമുക്ക് പറയാം. ഫൈസു അതന്നെ കരയും. മിണ്ടല്ല. എല്ലിന്റെ ഉള്ളിൽ തിന്നുന്ന ചോറിന്റെ വറ്റ് കൊടുങ്ങുമ്പോ ഇങ്ങനെ കരയും. എന്ത് നാടി ഇങ്ങനെ ദുഷ്ടതരം പറയുന്നു? ഞാൻ പറഞ്ഞതാ ഇപ്പൊ. ഫൈസുല്ലേ ഇവിടുത്തെ സേതുവേട്ടന്റെ ആസ്മാതി, ഓനുമായിട്ട് തള്ളച്ചില്ലപ്പന്ന്. അതല്ല എനക്കറിയാം, മൂപ്പത്തി പറഞ്ഞു എന്നോട്. ഓളാനക്കാരൻ ദുബായില്, മക്കള് രണ്ടും കെട്ടും കഴിഞ്ഞ ഏതോ ഹലാക്കില്. ഹലാക്കിലല്ല, ലണ്ടനില്. ഏടെങ്കിലാവട്ടെ, തള്ളേന്റെ കയ്യില് പൂത്ത പൈസ, സെറ്റപ്പിന് ഫൈസല്. ഈ പൂങ്കണ്ണീര് ലെപ്പിന്റെ ഇൻബിറ്റീനുണ്ടാവുന്ന തേങ്ങാ പിണ്ണാക്കിന്റെതാ. അതല്ല ഓരോ ആളെ പേഴ്സണൽ കാര്യല്ലേ, നമ്മ എന്തിനാ ഇല്ലല്ലോ. നാട് മുയിക്കുന് ഇത് തന്നെയാണ് കഥ. ചെല്ലി മാറ് തലോടി കൊടുത്താളി. ചങ്കിന്റെ ഉള്ളില് ലെപ്പിന്റെ ഉരുണ്ടുകയറ്റുണ്ടാവും. പൊടി. ശരീരത്തില് നെയ്യ് കൂടിയന്റെ സൂക്കേടം അടിയാൻ മരുന്ന്. അല്ല പത്തല് വെട്ടി ചന്തിക്ക് കൊടുക്കണം. പോട്ടേന്ന് ഞാൻ ഫ്രാൻസിസ് അലൂക്കാസി പോയി വന്ന വയ്യ മോളെ. കുറച്ച് പഴയത് മാറ്റി വാങ്ങാൻ പോയതാ. എന്റെ അമ്മേ, കാര്യായിട്ട് പർച്ചേസ് നടത്തിയിട്ടുണ്ടല്ലോ. നന്നായിട്ടുണ്ടാ? സൂപ്പർ അല്ലേ? എന്നിട്ട് കേക്ക് ഫ്രാൻസിസ് അലൂക്കാസിലെ സെയിൽസ്മാൻ മുനീർ പറഞ്ഞപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത്. ഫൈസു മിനിഞ്ഞാന്ന് അവിടെ പോയി ഒരു അരിഞ്ഞാണം വാങ്ങിന്ന്. അത് ആർക്ക് കൊടുക്കാനാ അത് പറയിച്ച്. അതിപ്പം വീട്ടിലായിരിക്കെങ്കിലും. ആർക്ക്? ഒന്നുമ്മക്ക. ചതിയാണ് മോളെ. ആരോ ഉണ്ട് എന്നോട് മറച്ചു വെച്ചിട്ട്. അവൻ ആരോടോ എന്തോ ഇടപാടുണ്ട്. ഇജ്ജ് പറ, ഞാൻ ഓനെന്താ കൊടുക്കാത്തെ? പൈസക്ക് പൈസ, റോളിങ് നടത്താൻ പൊന്ന്. എന്റെ ജീവൻ ഞാൻ കൊടുത്തില്ലേ? എന്നിട്ട് എന്നോടിത് ചെയ്തല്ലോ മോളെ വനജേ. റംലത്ത, ചെലപ്പോ നിങ്ങക്ക് തരാൻ വേണ്ടി തന്നെ മേടിച്ചാന്നെങ്കിലോ? ആന്ന്, ഒരു സർപ്രൈസ് ആയിട്ട് കൊണ്ടുതരാനാണെങ്കിലോ? ആയിരിക്കോ മോളെ? അങ്ങനെ വിചാരിക്കേ. ആയാ മതിയേന്നു. ആ, ഇവിടുത്തെ കാറാന്ന്. സേതുവേട്ടൻ രാവിലെ ദുബായിന്ന് വന്നിട്ട് ഇതാ ഇപ്പളാ വീട്ടിലെത്തുന്നു. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ.